രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബോളിയാണ്. ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി, അതേമാതിരി ഒരു നുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇത് ട്രഡീഷണൽ ബോളി അല്ല, ഇത് ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പൈസസ് എല്ലാം വെച്ച് ഉണ്ടാക്കുന്ന ബോളിയാണ്. ഞാൻ ഒരു വിസ്ക് കൊണ്ട് നന്നായി ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും മൈദയിലോട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയാലും മതി. നന്നായി ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കില്ലേ, ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന മാതിരി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഈ ഡോ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ബോളി ഉണ്ടാക്കാനും യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഒന്ന് നമ്മൾ മോദകം ഉണ്ടാക്കില്ലേ അതിനും യൂസ് ചെയ്യാറുണ്ട്. സെയിം സ്റ്റഫിങ് വെച്ചിട്ട് ബോളി നമ്മൾ ദോശക്കല്ലിട്ടിട്ട് ചുട്ടെടുക്കും. മോദകം ആണെങ്കിൽ നമ്മൾ ആവി കയറ്റിയെടുക്കും. ഇഡ്ഡലി തട്ടിലോ അല്ലെങ്കിൽ ആവി കയറ്റുന്ന പാത്രത്തിലോ സ്റ്റീമറിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കും. ഇപ്പൊ ഞാൻ എന്തായാലും മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഡോ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാതിരി തന്നെ. ഇപ്പൊ കണ്ടില്ലേ, മാവ് എല്ലാം ഒന്നിച്ച് വന്നിട്ടുണ്ട്, കുറച്ച് സോഫ്റ്റ് ആണ്. ഞാൻ ഇനി ഒന്ന് നന്നായി കുഴക്കാൻ പോവാണ്. അതിന്റെ കുഴച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ഞാൻ അതിലോട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും, അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ, പലതരം എണ്ണ അവൈലബിൾ ആണ്. അപ്പൊ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ല, നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം, വെണ്ണ ഇഷ്ടമാണെങ്കിൽ വെണ്ണ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലോട്ട് സാധാരണ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഒരു 2 ടീസ്പൂൺ മതിയാവും. എണ്ണ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. വീണ്ടും കുറച്ചുകൂടെ നന്നായി ഒന്ന് സോഫ്റ്റായി വരും. നെയ്യാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ വരെ. പിന്നെ നമ്മളത് കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം, അടച്ച് മാറ്റി വെക്കണം. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് കുഴക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പ് കുതിർത്ത് വെക്കണം. ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 hours ആയിട്ടുണ്ട്, അതായത് 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഞാൻ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതാണ് കടലപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ചാലും കുഴപ്പമില്ല. അതിലോട്ട് ഞാൻ 1 കപ്പ് വെല്ലം അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഇതിനെ ശർക്കര എന്നല്ല പറയുന്നത്, വെല്ലം തന്നെയാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ ചീകിയെടുക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പൊടിച്ചെടുത്തതാണ്. ഒന്ന് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെച്ചിട്ടൊന്ന് വെല്ലം ഒന്ന് തട്ടിയാൽ അത് നന്നായി പൊടിഞ്ഞു വരും, അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചാൽ പൊടിഞ്ഞു വരും. അങ്ങനെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് സിനമൺ ആഡ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ സിനമൺ ആഡ് ചെയ്യാറുണ്ട്, അതായത് പട്ട ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ 2 ഏലക്ക ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഏലക്കയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അതിലോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ജാതിക്കയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഹോൾ ജാതിക്ക എടുത്തിട്ട് ഞാൻ ഗ്രേറ്ററിൽ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂൺ വരണ മാതിരി അത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നന്നായി അരച്ചെടുക്കണം. കുറച്ച് വെള്ളം മതി, കാരണം പിന്നെ നമുക്ക് ഇത് ഇനി കുക്ക് ചെയ്യാൻ പോണേ ഉള്ളൂ. നമ്മൾ പാനിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഇവാപറേറ്റ് ചെയ്യണ വരെ നമ്മളത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മൾ ശരിക്കും ചക്ക വരട്ടില്ലേ, അത്രയും സമയം എടുക്കും. അപ്പോൾ നന്നായി അരച്ച് കണ്ടില്ല, നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, നന്നായി ഇറങ്ങി വരും. ഇനി ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്, വലിയൊരു പാനാണ് വെച്ചിരിക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ഉരുകി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്ക് പേസ്റ്റ് ആണ്. ഈ വെള്ളം മുഴുവൻ ഇവാപറേറ്റ് ആവണം, പാനിൽ നിന്ന് വിട്ടു വരുന്ന പാകമാകണം. എന്നാൽ നമുക്ക് ബോളാക്കി എടുക്കാൻ ഷേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന പാകമായിരിക്കണം. അങ്ങനെ വേണം എൻ്റെ കൺസിസ്റ്റൻസി. എന്നാൽ വെള്ളമെല്ലാം ഡ്രൈ ആയിരിക്കണം, നല്ല തിക്കായിരിക്കണം. പാനിൽ നിന്ന് നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കില്ലേ അതേമാതിരിയുള്ള പാകമായിരിക്കണം. അപ്പം ഞാൻ അരച്ചു വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ചൊന്ന് സമയം പിടിക്കണ്ട, ഒരു 10, 15, ചിലപ്പോൾ 20 മിനിറ്റ് ഒക്കെ ആവും. ഇതൊന്ന് വെള്ളമൊക്കെ ഇവാപറേറ്റ് ചെയ്ത്
കുക്കാവും വേണം, വെന്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. നല്ല ക്ഷമയോടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ക്ഷമയോടെ കണ്ടിന്യൂസ് ആയി നിന്ന് ഇളക്കണം എന്നില്ല, പക്ഷെ ശ്രദ്ധിക്കണം, അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇവാപറേറ്റ് ആയി നല്ല തിക്കായിട്ട് വരും. നമുക്ക് ബോളാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബോളായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ പാകമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇത് പിന്നെ വലിയ ലോങ് വീഡിയോ ആയി പോകും അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ കണ്ടില്ലേ നല്ല തിക്കായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇത് കുറച്ചുകൂടെ ചൂടാറുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ എന്ത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയൊക്കെ ഞാൻ വ്യത്യാസങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ജസ്റ്റ് നട്ട്മെഗിൻ്റെ പൊടിയും, അതായത് ജാതിക്കയുടെ പൊടിയും 2 ഏലക്കയും ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിലോട്ട് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിരുന്ന ഒരു കുഞ്ഞു ഉരുള എടുത്തു. കണ്ടില്ലേ, ഒന്ന് ചെറുതായി ഒന്ന് പരത്തി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റഫിങ് ചൂടൊക്കെ അറിയിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ സ്റ്റഫിങ് അതിനെ ഒരു ബോളാക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് ബോളിയായിട്ട് ഉണ്ടാക്കാറുണ്ട്, മറ്റേത് മോദകമായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതേ സ്റ്റഫിങ്, ഇതേ മാവ് ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ബോളിയാകുമ്പോൾ നമ്മൾ പരത്തിയെടുക്കും, മോദകമാകുമ്പോൾ നമ്മൾ ഉണ്ടയായിട്ടാണ് എടുക്കുക. അപ്പം ഞാനൊരു കുഞ്ഞു ബോൾ എടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ. എന്നിട്ട് അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 4 ഭാഗവും യോജിപ്പിച്ചിട്ട് വീണ്ടും അതിനൊരു ബോളാക്കുക, എല്ലാം കൂടെ ചേർത്തിട്ട്. എന്നിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. മൈദയാണ് ഉള്ളെങ്കിൽ മൈദ എടുക്കാം, ഇല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് പൊടി ഉണ്ടാവും. ഇപ്പോൾ ഗോതമ്പ് ഉണ്ടാക്കാം. അതുപോലെ മാവ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാവും നമുക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ആ മാവിലൊന്ന് 2 ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഒന്ന് 2 ഭാഗത്തും ആക്കിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നന്നായി തിന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന മാതിരി നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഷേപ്പ് ഒന്നും നോക്കണ്ട, നമ്മൾ വീട്ടിൽ കഴിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഷേപ്പ് ഒന്നും നോക്കുന്നില്ല. അതുകൊണ്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് ആ സ്റ്റഫിങ് ചിലപ്പോൾ പുറത്ത് വരും, പേടിക്കണ്ട. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഒന്നുകൂടെ ഒന്ന് മേലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല തിന്നായിട്ട് വരട്ടെ. സ്റ്റഫിങ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ആഡ് ചെയ്തു. എന്നിട്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ആ ഒരു കളറിന് വേണ്ടി മാത്രം ഞാൻ മഞ്ഞപ്പൊടി ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായില്ലേ. ഇനി നമുക്ക് ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെക്കണം. ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് ഞാനത് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ അതേമാതിരി ബാക്കിയുള്ള മാവ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാമായിട്ട് നമുക്ക് ഇനി ചുട്ടെടുക്കാം. ഒരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞ ഉടനെ നമുക്ക് അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തി വെച്ച ബോളിയുടെ മാവുണ്ടല്ലോ, നമ്മൾ പരത്തി വെച്ചത്, അത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നമുക്ക്, കാരണം നമ്മൾ വളരെ തിന്നായിട്ടാണ് പരത്തിയിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഒരു ഗോൾഡൻ ചെറുതായിട്ട് ചെറിയ നമ്മൾ ചപ്പാത്തിക്ക് ചെറുതായിട്ട് സ്പോട്സ് വരില്ലേ, അതേമാതിരി ഒന്ന് ചെറുതായിട്ട് സ്പോട്സ് വന്ന് തുടങ്ങിയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പക്ഷെ ചപ്പാത്തി അത്ര കുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം അതിനെക്കാട്ടിലും വളരെ തിന്നായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലോട്ട് ഞാൻ മേലെയും ഒരു കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിലും മതി കേട്ടോ, ഒരു സൈഡ് മാത്രം മതിയെങ്കിൽ അങ്ങനെ മതി. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി തീയ. അപ്പം എല്ലാ സൈഡും ഇതേമാതിരി കുക്ക് ചെയ്തിട്ട് വരണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആണ്. ഒരു സൈഡ് നന്നായി ആയാലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, 2-3 പ്രാവശ്യം ഉണ്ടാക്കിയാലേ സെരിയാവുള്ളൂ. അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അല്ലേ, ഒന്നും കുക്കായിട്ടില്ല, ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് സെറ്റായിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 മിനിറ്റിൽ കുക്കാവും. അപ്പം ഇതേമാതിരി ബാക്കിയുള്ളതും ഇതേമാതിരി ചുട്ടെടുക്കണം. നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇപ്പം കുറച്ചുകൂടെ എൻ്റെ കളറൊക്കെ ചേഞ്ചായി.
ഒന്ന് കുക്കായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റഫിങ് കുക്ക്ഡ് ആണ്. നമ്മൾ പാനിലിട്ടിട്ട് വെല്ലവും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പം മേലേത്തെ മൈദ മാത്രമേ വേവേണ്ട ആവശ്യമുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ബോളി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതേമാതിരി ഞാൻ ബാക്കിയുള്ള ബോളിയും ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞില്ല, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ബോളിയല്ല, ബട്ട് യു ക്യാൻ ട്രൈ ദാറ്റ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പായസത്തിൻ്റെ ഒപ്പം ഒഴിച്ച് കഴിക്കാറുണ്ട് ട്രിവാൻഡ്രത്ത്, എനിക്കറിയാം. അപ്പം അങ്ങനെ ഒഴിച്ച് കഴിക്കാം, അല്ല വെറുതെ കഴിക്കാം. ഈവനിങ്ങിൽ വൈകുന്നേരത്തെ ചായയുടെ ഒപ്പം കഴിക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.